നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടയ്ക്കൽ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതിൻ്റെ വികസനത്തിൻ്റെ സുപ്രധാനമായ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 10,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. ഇതിൻ്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകുന്ന ഈ ചടങ്ങോടെ റെയിൽവേ യാർഡ്, മൾട്ടിപർപ്പസ് ബെർത്ത്, ലിക്വിഡ് ടെർമിനൽ, ടാങ്ക് ഫാം എന്നിവയുടെ നിർമ്മാണത്തിന് തുടക്കമാകും. 2027 ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ തുറമുഖത്തിൻ്റെ ശേഷി 5 ഇരട്ടിയായി വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തൊണ്ടി മുതൽ തിരിമറി കേസിൽ ആന്റണി രാജു നൽകിയ അപ്പീൽ ഇന്ന് പരിഗണിക്കും. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻ കോടതിയാണ് അപ്പീൽ പരിഗണിക്കുക. തൊണ്ടി മുതൽ കേസിൽ ലഭിച്ച 3 വർഷത്തെ തടവ് ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് അപ്പീൽ. കേസിൽ 2 വർഷത്തിന് മുകളിൽ ശിക്ഷ വിധിച്ചാൽ ആന്റണി രാജുവിന് MLA പദവി നഷ്ടമായിരുന്നു. പത്മനാഭസ്വാമിയുടെ പാവനഭൂമിയിൽ വരാനായത് സൗഭാഗ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിനും തിരുവനന്തപുരത്തിനും നന്ദിയെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിനെ സംബന്ധിച്ച് വികസനത്തിന് പുതിയ ദിശാബോധം വന്ന ദിവസമാണ് ഇന്നെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. അമൃത് ഭാരത് പാസഞ്ചർ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുഹൃത്തുക്കളെ എന്ന് മലയാളത്തിൽ അഭിസംബോധന ചെയ്താണ് പ്രധാനമന്ത്രി ഓരോ പദ്ധതിയെക്കുറിച്ചും പറഞ്ഞത്. കേരളത്തിൻ്റെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ നടത്തുന്ന പരിശ്രമങ്ങൾക്ക് ഇന്ന് പുതിയ ദിശാബോധം കൈവന്നു. രാജ്യത്തെ വലിയ സ്റ്റാർട്ടപ്പ് കേന്ദ്രമായി തിരുവനന്തപുരം മാറ്റുന്നതിനുള്ള ആദ്യ ചുവട് ഇന്നുണ്ടാകും. വികസിത കേരളത്തിൽ കൂടി മാത്രം വികസിത ഭാരതം പൂർത്തിയാനാകൂ. കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം കേന്ദ്ര സർക്കാർ ഉണ്ടാകും. രാജ്യത്തെ മുഴുവൻ പാവപ്പെട്ടവരുടെയും ഉന്നമനത്തിന് നടപ്പാക്കുന്ന ഒരു മഹത്തായ സംരംഭത്തിനും തിരുവനന്തപുരത്ത് തുടക്കമായിട്ടുണ്ട്. കേരളത്തിൻ്റെ മാറ്റം തിരുവനന്തപുരത്തും തുടങ്ങും. തിരുവനന്തപുരത്ത് BJPയുടെ വിജയം ഐതിഹാസികമാണ്. ഈ വിജയം കേരളത്തിൽ മാത്രമല്ല രാജ്യത്താകമാനം അലയടിക്കുകയാണ്. വികസിത കേരളമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുള്ള വിജയമാണിത്. ഇടതു വലത് പാർട്ടികളുടെ അഴിമതികൾ ഭരണത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കും. ദരിദ്ര വിഭാഗങ്ങളുടെ വൈദ്യുതി ബിൽ കുറയ്ക്കുന്നതിന് പ്രത്യേക പദ്ധതികൾ നടപ്പാക്കി. 12 ലക്ഷത്തോളം വാർഷിക വരുമാനത്തിൽ ആദായ നികുതി ഒഴിവ് നൽകി. ഇതിലൂടെ കേരളത്തിലെ മധ്യവർഗ്ഗക്കാർക്കും ശമ്പളം വാങ്ങുന്നവർക്കും പ്രയോജനം ലഭിച്ചു. മുൻപ് തെരുവിൽ കച്ചവടം ചെയ്യുന്നവരുടെ കാര്യം വലിയ കഷ്ടമായിരുന്നു. 100 രൂപയെങ്കിലും വായ്പയ്ക്ക് വലിയ പലിശയാണ് നൽകേണ്ടി വന്നത്. PM സ്വനിധി ഇതിനൊരു പരിഹാരമാണ്. ലക്ഷക്കണക്കിന് തെരുവ് കച്ചവടക്കാർക്ക് വായ്പ ലഭിക്കാൻ തുടങ്ങിയത് ഈ പദ്ധതി വഴിയാണ്. ഇന്ന് ഭാരത സർക്കാർ PM സ്വനിധി ക്രെഡിറ്റ് കാർഡുകളും നൽകി. തിരുവനന്തപുരത്ത് നിന്ന് മാത്രം 6,000 പേർക്ക് ഈ ആനുകൂല്യം ലഭിച്ചു. ധനികർക്ക് മാത്രമായിരുന്നു ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നത്. ഇന്ന് തെരുവ് കച്ചവടക്കാരുടെ കയ്യിലും സ്വനിധി ക്രെഡിറ്റ് കാർഡുണ്ട്, മോദി പറഞ്ഞു. പുത്തരിക്കണ്ടം മൈതാനിൽ ഇന്നലെ നടന്ന യോഗത്തിൽ പ്രധാനമന്ത്രി മോദിക്ക് അടുത്തേക്ക് വേദിയിലുണ്ടായിരുന്നിട്ടും പോകാതിരുന്നതിൽ വിശദീകരണമായി നഗരസഭാ കൗൺസിലർ R ശ്രീലേഖ. താൻ എപ്പോഴും BJPക്കൊപ്പമാണെന്ന് വ്യക്തമാക്കി. അവർ പോലീസ് ഉദ്യോഗസ്ഥയായിട്ടാണ് VVIP ഡ്യൂട്ടികൾ പാലിക്കേണ്ട അച്ചടക്കം മാത്രമാണ് താൻ പാലിച്ചതെന്നും അവർ വ്യക്തമാക്കി. സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് പ്രതികരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്നപ്പോൾ വേദിയിൽ തനിക്ക് ഇരിപ്പിടം ലഭിച്ചത് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരിൽ ഒരാളായതുകൊണ്ടാണ്. എനിക്ക് രാഷ്ട്രീയം പുതിയതാണ്. 31 വർഷം ചെയ്തതും പരിചയിച്ചതും പോലീസ് ഉദ്യോഗസ്ഥയാണ്. വളരെയധികം VVIP ഡ്യൂട്ടി ചെയ്ത് തനിക്ക് അച്ചടക്കം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാനമന്ത്രി വേദിയിലേക്ക് വരുമ്പോൾ തനിക്ക് ലഭിച്ച സ്ഥാനത്ത് തന്നെ ഇരിക്കുക എന്നതാണ് താൻ ചെയ്യേണ്ടതെന്നാണ് ധരിച്ചിരുന്നത്. അടുത്തേക്ക് ക്ഷണിച്ചല്ലാതെ പോകരുതെന്ന പരിശീലനം തനിക്ക് ലഭിച്ചത് കൊണ്ടായിരിക്കാം താൻ എൻ്റെ സ്ഥാനത്ത് മാത്രം ഇരുന്നത്. VVIP എൻട്രൻസ് വഴി വന്ന അദ്ദേഹം അതുവഴി തിരികെ പോകുമ്പോൾ താൻ ആ വഴി പോകുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയാണ് താൻ അവിടെ തന്നെ നിന്നത്. ആരും വെറുതെ തെറ്റിദ്ധരിക്കേണ്ട, താൻ എപ്പോഴും BJPക്കൊപ്പം എന്ന് പറഞ്ഞാണ് ശ്രീലേഖ പ്രതികരണം അവസാനിപ്പിച്ചത്. തലസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ സ്വീകരിക്കുന്നവരുടെ പട്ടികയിൽ നിന്ന് മേയറെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഒഴിവാക്കിയെന്ന വാർത്തയോട് പ്രതികരിച്ച് മേയർ വി രാജേഷ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഒഴിവാക്കിയല്ലെന്നും റെയിൽവേയുമായി ബന്ധപ്പെട്ട പരിപാടിയിലും പാർട്ടി പരിപാടിയിലും പ്രധാനമന്ത്രിയുമായി വേദി പങ്കിടേണ്ടതിൽ സ്വീകരണത്തിന് എത്താത്തതാണെന്നും ആണ് മേയർ മാത്യു ഭവത്തോട് പറഞ്ഞത്. തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന 2 പരിപാടിയിലും മേയറും പങ്കെടുക്കേണ്ടതാണ്. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ പോയാൽ കൃത്യസമയത്ത് വേദിയിലെത്താൻ കഴിയില്ല. തിരുവനന്തപുരത്തിനും രാഷ്ട്രീയമായും BJPക്കും ഗുണം ചെയ്യുന്ന മേയർ 2 പരിപാടിയിലും പങ്കെടുക്കുന്നതാണെന്ന് തങ്ങൾക്ക് തോന്നി. തിരുവനന്തപുരം BJP അധികാരത്തിലെത്തിയ ശേഷം പ്രധാനമന്ത്രി ആദ്യമായി എത്തുന്ന പരിപാടിയിൽ മേയർ ഇല്ലാതിരുന്നാൽ അതുണ്ടാക്കുന്ന സാഹചര്യം മറ്റൊന്നാണ്. അത് ഒഴിവാക്കാൻ ഇതാണ് മാർഗം എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നുവെന്നും മേയർ പറഞ്ഞു. മഹാരഥന്മാർ ഇരുന്ന പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്ന് പച്ചയ്ക്ക് വർഗീയത വിളിച്ചു പറയുന്നത് ആപൽക്കരമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിൽ BJPയുടെയും സംഘപരിവാറിൻ്റെയും തെരഞ്ഞെടുപ്പ് അജണ്ട വർഗീയത മാത്രമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിലൂടെ വ്യക്തമായെന്നും സതീശൻ പറഞ്ഞു. വികസന നേട്ടങ്ങളൊന്നും പറയാനില്ല. രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ചോ കേരളത്തിൻ്റെ മുൻഗണനാ ക്രമങ്ങളെക്കുറിച്ചോ പറയാനോ നാവനക്കിയില്ല. പകരം പറയുന്നത് വർഗീയത മാത്രമാണ്. അത് ഇന്ത്യ എന്ന മഹനീയമായ ആശയത്തെയും രാജ്യത്തിൻ്റെ മൂല്യങ്ങളെയും വികലമാക്കുന്നതിന് തുല്യമാണെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. ഇത് മതേതര കേരളമാണെന്നും മോദിക്കും BJPക്കും ഉടൻ ബോധ്യമാകും. പല സംസ്ഥാനങ്ങളും പയറ്റുന്ന വിഭജന രാഷ്ട്രീയവും വർഗീയ വിഷ പ്രചാരണവും കേരളത്തിൻ്റെ മണ്ണിൽ വിലപ്പോവില്ല. കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും UDFൻ്റെയും മുൻഗണനാ പട്ടികയിൽ ആദ്യത്തേത് മതേതരത്വം സംരക്ഷിക്കുക എന്നതാണ്. വർഗീയ
ശക്തികളെ ഈ മണ്ണിൽ കുഴിച്ചുമൂടാനും മതേതരത്വം സംരക്ഷിക്കാനും ഏതറ്റം വരെയും പോകും. 4 വോട്ടിന് വേണ്ടിയോ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാനോ വർഗീയത താലോലിക്കുന്ന നെറുകെട്ട നയം കോൺഗ്രസിനോ UDF-നോ ഇല്ല. കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും മതേതര കാഴ്ചപ്പാടിന് നരേന്ദ്രമോദിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. ശബരിമല സ്വർണ്ണക്കള്ളക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് കോടതി ജാമ്യം അനുവദിച്ചു. കട്ടള ദ്വാരപാലക കേസുകളാണ് കൊല്ലം വിജിലൻസ് കോടതി കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. കേസ് ഒക്ടോബർ 22 അറസ്റ്റിലായ മുരാരി ബാബുവിന് 90 ദിവസം കഴിഞ്ഞും കുറ്റപത്രം നൽകാത്തതിൽ സ്വാഭാവിക ജാമ്യമാണ് അനുവദിച്ചത്. കട്ടള ദ്വാരപാലക കേസിൽ ഒരേ ദിവസമാണ് മുരാരി ബാബു അറസ്റ്റിലായത്. സ്വർണ്ണക്കള്ളക്കേസിൽ ജാമ്യം ലഭിച്ചത് പുറത്തിറങ്ങുന്ന ആദ്യ പ്രതിയാണ് മുരാരി ബാബു. നേരത്തെ കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക കേസിൽ കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചിരുന്നു. എന്നാൽ കട്ടളപ്പാളി കേസിൽ ജാമ്യം ലഭിക്കാത്തതിൽ പോറ്റി ഇപ്പോഴും റിമാൻഡിൽ കഴിയുകയാണ്. അതേസമയം സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം മുൻ പ്രസിഡന്റ് N. വാസു സമർപ്പിച്ച ജാമ്യാപേക്ഷ സുപ്രീം കോടതി നിമിഷങ്ങൾക്കുള്ളിൽ തള്ളി. സ്വർണ്ണക്കൊള്ള നടന്ന കാലങ്ങളിൽ വാസു ദേവസ്വം കമ്മീഷൻ എന്ന സുപ്രധാന ചുമതലയായിരുന്നു. സ്വർണ്ണപ്പാളിയിൽ വീണ്ടും സ്വർണ്ണം പൂശുന്നത് എന്തിനെന്ന് കോടതി ചോദിച്ചു. 3 ആഴ്ചക്കിടെ 2-ാം തവണയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ച് വിമർശനം ഉന്നയിച്ചത്. ശബരിമല സ്വർണ്ണക്കേസിൽ റിമാൻഡുള്ള ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിനെ ജയിലിലേക്ക് മാറ്റി. രാത്രിയോടെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ശങ്കരദാസിനെ പൂജപ്ര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. കേസിലെ 11-ാം പ്രതിയാണ്. ജയിൽ മെഡിക്കൽ ഓഫീസർ രേഖകൾ പരിശോധിച്ച ശേഷം ജയിലിലെ ആശുപത്രി സെല്ലിലെ അഡ്മിറ്റ് ചെയ്തു. ഇന്ന് ചേർന്ന മെഡിക്കൽ ബോർഡിൻ്റെ തീരുമാനപ്രകാരമാണ് ശങ്കരദാസിനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തത്. ഇക്കഴിഞ്ഞ 17-നാണ് ശങ്കരദാസിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ICUവിൽ പ്രവേശിപ്പിച്ച് ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടെന്നും ആശുപത്രി തുടരേണ്ടില്ലെന്നും വ്യക്തമാക്കി മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് നൽകിയോടെയാണ് ജയിലിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. ഇത് സംബന്ധിച്ച് 27-ന് കോടതിക്ക് റിപ്പോർട്ട് നൽകും. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട 2 കേസുകളും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് ജാമ്യം ലഭിച്ചു. ഇതോടെ ഇയാൾ ജയിൽ മോചിതനായി. ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടളപ്പാളിലെ സ്വർണ്ണം അപഹരിച്ച കേസുകൾ അറസ്റ്റിലായി 90 ദിവസം പിന്നിട്ടും കുറ്റപത്രം സമർപ്പിക്കുന്ന സാഹചര്യത്തിലാണ് കൊല്ലം വിജിലൻസ് കോടതി CS മോഹിത് സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.